കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് 80% നെൽവയലുകൾ നഷ്ടപ്പെട്ട ഒരു നാടാണ് കേരളം. 1970-80 കാലഘട്ടത്തിൽ 9 ലക്ഷം ഹെക്ടർ നെൽവയലുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിന്ന് കുറഞ്ഞ് 2025 ആകുമ്പോഴേക്കും ഏകദേശം 2 ലക്ഷം ഹെക്ടറിന് താഴെയായിട്ട് കുറഞ്ഞു. 80% നെൽകൃഷി കുറഞ്ഞു. അത് നമുക്കറിയാം, വയലുകൾ എന്ന് പറയുന്ന ഒരു കാർഷിക ആവാസ വ്യവസ്ഥയാണ്. ഇപ്പം നെൽവയലുകളോടുള്ള നമ്മളൊരു സമീപനം, കഴിഞ്ഞ ഏറെ കാലങ്ങളായിട്ടുള്ളൊരു സമീപനമാണ് നെൽവയലുകൾ കുറയാനുള്ളൊരു കാരണം. ഇപ്പം നെൽകൃഷി എന്ന് പറയുന്നത് വെറും കൃഷി മാത്രമല്ല. നമ്മൾ നെല്ല് എന്ന് പറഞ്ഞ ഒരു വിളവ് കേന്ദ്രീകരിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഉൽപ്പന്നമായിട്ട് നെല്ല് മാത്രമല്ല, അത് ഒരു മൊത്തത്തിലുള്ളൊരു കാർഷിക ആവാസ വ്യവസ്ഥയാണ്. അവിടെ മത്സ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അനേക ജന്തുജാലങ്ങൾ, ജീവിവർഗ്ഗങ്ങൾ നമുക്ക് വയലുകളിൽ കാണാം. കാട്ടിൽ കാണുന്നതിനേക്കാളും കൂടുതൽ പക്ഷികളെ കാണുന്നത് ചിലപ്പോൾ വയലുകളിലായിരിക്കും. അതുപോലെ പ്രാണികളെ കാണുന്നത് വയലുകളിലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അറിയാം, ഈ വയലിൻ്റെ വരമ്പിലും അതുപോലെ വയലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് ഇലക്കറികൾ, അതുപോലെ ഔഷധസസ്യങ്ങൾ. ഒരു വയലിലൂടെ നടക്കുകയാണെങ്കിൽ, നമ്മുടെ വയലിലൂടെ പാടത്തുകൂടെ നടക്കുകയാണെങ്കിൽ പച്ചപ്പാർന്ന പാടങ്ങളെ നമുക്ക് കാണാം, പക്ഷികളെ കാണാം, നല്ല കാറ്റ് കൊള്ളാം, നല്ല വായു നമുക്ക് ശ്വസിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാർഷിക ആവാസ വ്യവസ്ഥയാണ് നെൽവയലുകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മഴക്കാലങ്ങളിലാണ് നമ്മുടെ ജൂൺ, എടവപ്പാതി മഴ എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ നന്നായിട്ട് മഴ പെയ്യുമ്പോൾ കേരളത്തിനകത്ത് ഈ വയലുകളോട് ചേർന്ന് തന്നെയാണ് മിക്കവാറും പുഴകളുള്ളത്. 44 നദികളുള്ളൊരു നാടാണ് കേരളം. ഈ നദികളും ഈ വയലുകളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നദികൾ, ഈ മഴക്കാലങ്ങളിൽ നദികളിൽ വെള്ളം നിറയുമ്പോൾ ആ വെള്ളം ഈ തോടുകളിലൂടെ, കനാലുകളിലൂടെ വയലുകളിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ വയലുകൾ മഴക്കാലങ്ങളിൽ പുഴകളുടെ റിസർവോയറുകളായിട്ട് പ്രവർത്തിക്കും. അത് മാത്രമല്ല, ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ പുഴകളിൽ ഉണ്ടാകുന്ന മത്സ്യങ്ങൾ അത് പ്രജനനം നടത്താൻ വേണ്ടിയിട്ട് ഈ പാടങ്ങളിലേക്ക് വരും. പൂത്ത എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പം ഈ മഴക്കാലങ്ങളിൽ ഇത്തരത്തിലുള്ള മത്സ്യങ്ങളിൽ ഇതുപോലെയുള്ള അടുത്തുള്ള വയലുകളിലേക്കും തൊട്ടടുത്ത കുളങ്ങളിലേക്കും ഈ പുഴകളിൽ നിന്ന് യാത്ര നടത്തുകയും അത് അവിടെ വന്ന് ചേരുകയും അവിടെ പ്രജനനം നടത്തുകയും, അങ്ങനെ പാടങ്ങളിലൊക്കെ ഒരുപാട് മത്സ്യങ്ങൾ പണ്ടുണ്ടായിരുന്നു. അതിന് കാരണം ഈ ജലാഗമന നിർഗമന മാർഗങ്ങളായിരുന്നു. അപ്പോൾ വയലുകളെയും പുഴകളെയും ബന്ധിപ്പിക്കുന്ന ഇടത്തോടുകളും കനാലുകളും ചെറിയ ചാലുകളും എല്ലാം മുമ്പ് ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ ഈ ചെറിയ ചെറിയ റോഡുകളൊക്കെ വന്നപ്പം പലതും അടഞ്ഞുപോയി. അതായത് വിളവ് കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയാണ് നമ്മൾ ഇത്രയും കാലം യോജിപ്പിച്ചത്. നമ്മൾ പലതരത്തിലുള്ള നാടൻ വിത്തുകൾ, ആ നാടൻ വിത്തുകളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കില്ല. ഇപ്പോൾ ഓരോ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള നാടൻ വിത്തുകൾ ഉണ്ടായിരുന്നു. നെൽവിത്തുകൾ തന്നെ ഇപ്പോൾ പൊക്കാളിപ്പാടത്തിന് അനുയോജ്യമായിട്ടുള്ള വിത്തുകൾ ഉണ്ടായിരുന്നു, കൈപ്പാടിന് അനുയോജ്യമായിട്ടുള്ള, കുട്ടനാടൻ പാടങ്ങൾക്ക്, വയനാടിന്, അതുപോലെ തന്നെ ഇരിപ്പു കണ്ടങ്ങൾക്ക്, പാലക്കാടൻ വരണ്ട പ്രദേശങ്ങൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള, ഇടുക്കി ജില്ലയിലെ തണുപ്പിൽ വളരുന്ന കാന്തല്ലൂർ, മറയൂർ, വട്ടവട സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അനേക ഇനം നാടൻ നെൽവിത്തുകൾ ആ പ്രദേശത്തിന് അനുയോജ്യമായിരുന്നു. പക്ഷെ ആ വിത്തുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പം ആ വിത്ത്